നിങ്ങളിപ്പോൾ ബംഗ്ലാദേശിലല്ല കേട്ടോ. മിച്ചൽ സ്റ്റാർ കലിപ്പിലായിരുന്നു. ഡാർവിനിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയ പരാജയമുഖത്താണ്. അതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ കളിക്കാരുടെ മുഖങ്ങളിൽ കാണാം. ആദ്യ ഇന്നിംഗ്സിൽ 198 റൺസിന് ആതിഥേയരെ ചുരുട്ടിക്കെട്ടിയ ബംഗ്ലാദേശ് മറുപടി ബാറ്റിംഗിൽ അടിച്ചെടുത്തത് 426 റൺസാണ്. ഓപ്പണർ തൻസീദ് ഹസൻ സെഞ്ചുറി കുറിച്ചപ്പോൾ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ചാൻഡോയും മെഹദി ഹസനും അർദ്ധ സെഞ്ചുറികൾ കുറിച്ചു. ടെസ്റ്റിന്റെ രണ്ടാം ദിനം ബംഗ്ലാദേശ് ഇന്നിംഗ്സിനിടെ ഓസി സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്കും മെഹദി ഹസനും തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വാക്കേറ്റമുണ്ടായി. ബംഗ്ലാദേശ് ഇന്നിംഗ്സിലെ 103-ാം ഓവറിലാണ് സംഭവം. സ്റ്റാർക്ക് എറിഞ്ഞ ഓവറിലെ 5-ാം പന്തിനെ പോയിന്റിലേക്ക് അടിച്ചിട്ട് മെഹദി ഹസൻ റണ്ണിനായി ഓടുമ്പോൾ പന്ത് പോയ ദിശയിലേക്ക് നോക്കിയാണ് മെഹദി ഓടിയത്. സ്റ്റാർക്ക് ആ സമയത്ത് പിച്ചിലുണ്ടായിരുന്നു. സ്റ്റാർക്കിനെ കണ്ടതും കൂട്ടിക്കടി ഒഴിവാക്കാൻ മെഹദി മാറി ഓടുന്നു. ബംഗ്ലാദേശ് താരം ഓടിയത് പിച്ചിന്റെ ഡേഞ്ചർ സോണിലൂടെയാണെന്ന് വാദിച്ച സ്റ്റാർക്ക് കലിപ്പിലായിരുന്നു. അമ്പയർ കുമാർ ധർമ്മസേനയും ബംഗ്ലാദേശ് ബാറ്ററെ വാൺ ചെയ്തു. പന്തിൽ ശ്രദ്ധിച്ചതിനാൽ സ്റ്റാർക്കിനെ ശ്രദ്ധിച്ചില്ല എന്നായിരുന്നു മെഹദി ഹസൻ അമ്പയറോട് പറഞ്ഞത്. എന്നാൽ മെഹദിയുടെ വിശദീകരണത്തിന് ചെവി കൊടുക്കാത്ത സ്റ്റാർക്ക് ഗെറ്റ് ഓഫ് ദ വിക്കറ്റ് എന്ന് അരിശത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നത് കാണാമായിരുന്നു. കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന റിക്കി പോണ്ടിങ്ങും മെഹദി മനഃപൂർവ്വം ഡേഞ്ചർ സോണിലൂടെ ഓടിയതല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. ക്രിക്കറ്റ് നിയമപ്രകാരം പിച്ചിന്റെ സംരക്ഷിത ഭാഗത്ത് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുന്ന രീതിയിൽ ഓടുന്ന ബാറ്ററെ അമ്പയർക്ക് വാൺ ചെയ്യാം. മുന്നറിയിപ്പിന് ശേഷം വീണ്ടും നിയമലംഘനം നടന്നാൽ ആ പന്തിൽ ബാറ്റിംഗ് ടീം നേടിയ റൺസ് അനുവദിക്കാതിരിക്കാനും ഫീൽഡിംഗ് ടീമിന് 5 പെനാൽറ്റി റൺസ് നൽകാനും അമ്പയർക്ക് അധികാരമുണ്ട്. ബോളർമാരെ പോലെ തന്നെ ബാറ്റർമാരും പിച്ചിന്റെ സുരക്ഷിത ഭാഗത്ത് കൂടി ഓടാൻ പാടില്ല എന്നാണ് നിയമം. ബോളർമാർ പന്തെറിഞ്ഞു കഴിഞ്ഞുള്ള ഫോളോ ത്രൂവിലും ബാറ്റർമാർ റൺസിനായി ഓടുമ്പോഴും ഈ ഭാഗം ഒഴിവാക്കണമെന്നാണ് നിയമം പറയുന്നത്. സ്റ്റാർക്കിനും മെഹദി ഹസനും ഇടയിലുണ്ടായ വാക്കേറ്റം വെറും നിയമപ്രശ്നം കാരണമാണെന്ന് കരുതാനാകില്ല. മത്സരത്തിന്റെ സാഹചര്യവും ഇതിനു പിന്നിലെ പ്രധാന കാരണമായിരുന്നു. ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ വെറും 198 റൺസിന് പുറത്തായപ്പോൾ ബംഗ്ലാദേശ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ലീഡ് ഉയർത്തിക്കൊണ്ടിരുന്നു. സ്റ്റാർക്കും ഓസ്ട്രേലിയൻ ബോളർമാരും തുടർച്ചയായി സമ്മർദ്ദത്തിലായിരുന്നു. ഈ ഫ്രസ്ട്രേഷനൊക്കെയാണ് ആ തർക്കത്തിലേക്ക് നയിച്ചതെന്ന് പറയേണ്ടി വരും. ആദ്യ ഇന്നിംഗ്സിൽ ഓസീസിനെ 200 കടക്കം മുമ്പ് അരിഞ്ഞു വീഴ്ത്തിയത് ഹസൻ മഹ്മൂദാണ്. 17 ഓവർ എറിഞ്ഞ ഹസൻ വെറും 55 റൺസ് മാത്രം വിട്ടു നൽകി വീഴ്ത്തിയത് 6 വിക്കറ്റാണ്. ട്രാവിസ് ഹെഡ്, വെദറാൾ, സ്റ്റീവ് സ്മിത്ത്, പാറ്റ് കമ്മിൻസ് തുടങ്ങി ഹസൻ വീഴ്ത്തിയതൊക്കെ നിർണായക വിക്കറ്റുകളായിരുന്നു. ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഇതിനോടകം 2 വിക്കറ്റുകൾ ഹസൻ പോക്കറ്റിലാക്കി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഓപ്പണർമാരായ ട്രാവിസ് ഹെഡും വെദറാൾഡും ഹസന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. ഇരുവരെയും ഹസൻ ബൗൾഡാക്കുകയായിരുന്നു. ഹെഡ് 17 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ വെദറാൾ സംപൂജനായാണ് വീണത്. കളിയിൽ ഇതിനോടകം തന്നെ ഹസൻ 8 വിക്കറ്റുകൾ പോക്കറ്റിലാക്കി കഴിഞ്ഞു. ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിനായി സെഞ്ചുറി കുറിച്ച ഓപ്പണർ തൻസീദ് ഹസൻ 197 പന്തിൽ 101 റൺസാണ് കുറിച്ചത്. രണ്ടാം വിക്കറ്റിൽ മുഅ്മിനുൽ ഹക്കിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയ തൻസീദ് 3-ാം വിക്കറ്റിൽ നജ്മുൽ ഹുസൈൻ ചാൻഡോക്കൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തുന്നുണ്ട്. ഓസ്ട്രേലിയൻ മണ്ണിൽ സെഞ്ചുറി കുറിക്കുന്ന ആദ്യ ബംഗ്ലാദേശി ബാറ്ററാണ് തൻസീദ് ഹസൻ. 7-ാമനായെത്തിയ മെഹദി ഹസൻ 65 റൺസുമായി സ്കോർ 400 കടത്തുന്നു. രണ്ടാം ഇന്നിംഗ്സിലും ഓസീസ് പതറി. 161 റൺസ് എടുക്കുന്നതിനിടെ ഇതിനോടകം 4 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. ട്രാവിസ് ഹെഡും വെദറാൾഡും മാനസ് ലബുസേനും സ്റ്റീവ് സ്മിത്തുമാണ് പുറത്തായത്. 43 റൺസുമായി കാമറൂൺ ഗ്രീനും 19 റൺസുമായി അലക്സ് കാരിയുമാണ് ക്രീസിൽ. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ഓസീസിന് 67 റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേർക്കണം. തൈജുൽ ഇസ്ലാമാണ് ലബൂഷേനെ പുറത്താക്കിയത്. സ്റ്റീവ് സ്മിത്തിന്റെ വിക്കറ്റ് മെഹദി ഹസനാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഡാർവിനിൽ വിജയിച്ചാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ ഐതിഹാസികമായി രേടാവും ഇത്. വിദേശ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ടെസ്റ്റ് വിജയങ്ങളിൽ ഒന്നാണ് 2022 മൗണ്ട് മാക്കന്യൂവിലെ ന്യൂസിലാൻഡിനെതിരായ ജയം. ന്യൂസിലാൻഡ് മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമായിരുന്നു അത്. ഓസ്ട്രേലിയയെ അവരുടെ സ്വന്തം നാട്ടിൽ തോൽപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ നേട്ടമായി വിലയിരുത്തപ്പെടും. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ഓസീസ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. ഈ സൈക്കിളിൽ വെറും ഒരൊറ്റ മത്സരം മാത്രമാണ് കങ്കാരികൾ തോറ്റത്. അങ്ങനെ ഒരു ഡൊമിനന്റ് റൺ നടത്തുന്ന മൈറ്റി ഓസീസിനെതിരായ ജയം ബംഗ്ലാദേശിന് ഇരട്ടി ഊർജ്ജം പകരും. 2003 ശേഷം ആദ്യമായാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര കളിക്കുന്നത്. അതിനാൽ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ തന്നെ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ നേട്ടമാകും.